പോടാ പുല്ലേ പോലീസെ മുദ്രാവാക്യങ്ങൾ ഒരുപാടുണ്ട്, പലരും വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിളി ചില ആളുകൾ വിളിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കും. മറ്റാരുമല്ല, ശ്രീലേഖ IPS, മുൻ വനിതാ DGP, പോലീസ് സേനയുടെ DGP ആയിരുന്ന, കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ആദ്യത്തെ വനിതാ പോലീസ് DGP ശ്രീലേഖ IPS കഴിഞ്ഞ ദിവസങ്ങളിൽ സമരമുഖത്തായിരുന്നു. എന്തിനാണ് ആ സമരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബ പ്രശ്നമാണ്. ഒരു കുടുംബ പ്രശ്നം ഇന്ന് BJPയുടെ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. അത് കേരള പോലീസും BJPയും തമ്മിലുള്ളൊരു ഫൈറ്റായിട്ട് മാറിയിട്ടുണ്ട്. ആ ഫൈറ്റിൽ റോഡിലേക്ക് ഇറങ്ങി, തെരുവിലേക്ക് ഇറങ്ങി, ജലപീരങ്കിയൊക്കെ കൊണ്ട് നമ്മുടെ ശ്രീലേഖ DGP വിളിച്ചു, ശ്രീലേഖ IPS വിളിച്ചു, പൊടാ പുല്ലേ പോലീസ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇത് വെറും പ്രഹസനം മാത്രമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം രണ്ട് പ്രാദേശിക നേതാക്കൾ, അവർ ബന്ധുക്കൾ കൂടിയാണ്. അവർ തമ്മിലുള്ള അതിർത്തിയിലുള്ള ഒരു മരത്തിൻ്റെ പേരിൽ തുടങ്ങിയ ഒരു തല്ല്, അത് BJP നേതാവ് CPM പ്രവർത്തകനെതിരെ കള്ളക്കേസ് കൊടുക്കുന്നു. അതിൻ്റെ പേരിൽ സുനിൽ എന്ന ഒരു CPM പ്രവർത്തകൻ ആക്രമിക്കപ്പെടുന്നു. ഇതിൻ്റെ പേരിൽ അവർ തിരിച്ചടിക്കുന്നു. നിയന്ത്രിക്കാൻ വരുന്ന പോലീസിനെ വരെ ആക്രമിക്കുകയും കല്ലേറ് നടത്തുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായി. ഒരു ആറോളം പേർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. കുറച്ച് പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഇതിൽ വട്ടിയൂർക്കാവ് SHOക്കെതിരെയാണ് ഇപ്പോൾ ഈ ശ്രീലേഖ മുൻ DGP തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. അവരുടെ മുമ്പുണ്ടായിരുന്ന ആ ഹോൾഡ് പരമാവധി ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതെ, ഇതിനകത്ത് ആദ്യം തന്നെ നേരെ അവിടുത്തെ SHOയെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിരുന്നു, പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ വന്ന് സമരം. അതെ, കമ്മീഷണർക്ക് മാത്രമല്ല DGPക്കും സന്ദേശം അയച്ചിട്ടുണ്ട്. ഒരു വാർഡ് കൗൺസിലർ എന്ന നിലയിലാണെങ്കിൽ ഓക്കെ, ഒരു ജനപ്രതിനിധി എന്ന നിലയിലാണെങ്കിൽ ഓക്കെ. പക്ഷേ ഇതൊരു പഴയ DGPയുടെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവരുടെ ഒരു സംസാരവും പെരുമാറ്റവും കാര്യങ്ങളും എല്ലാം. അല്ലേ, എന്നെ സംബന്ധിച്ച് ജനാധിപത്യത്തിൻ്റെ ഒരു മഹത്വമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. എന്താണെങ്കിലും ഇവരൊക്കെ ഇറങ്ങി വരണം. ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്ന് ഇത്തരത്തിലുള്ള സമരങ്ങളിലേക്ക് വരണം. എന്താണ് സമരമെന്നറിയണം. ഇപ്പോൾ സമരം ചെയ്ത് അടികൊണ്ടും ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. ഈ ജലപീരങ്കിയൊക്കെ വരുമ്പോൾ ഉള്ളൊരു സുഖം കൂടി ഒന്ന് അറിയണം. സാധാരണപ്പെട്ട മനുഷ്യർ സമരം ചെയ്യുമ്പോൾ അടിച്ചമർത്താൻ വരുന്ന പോലീസ് ഉണ്ടല്ലോ, ആ പോലീസിനെ നിയന്ത്രിക്കുന്ന ആളുകളും കൂടെ കുറച്ച് മനസ്സിലാക്കണം. ഇപ്പൊ ഈ ശ്രീലേഖയ്ക്ക് ഇപ്പോ പോലീസിന്റെ പക്ഷത്ത് നിന്നപ്പോ ആ സമരമുഖത്ത് നിൽക്കുന്ന പോലീസിന്റെ മാനസികാവസ്ഥ അറിയാം. ഇപ്പൊ ആ ഒരു സമരമുഖത്ത് നിൽക്കുന്ന ആ ഒരു നേതാവിന്റെ അല്ലെങ്കിൽ ആ ഒരു പാർട്ടി പ്രവർത്തകന്റെ ഒരു മാനസികാവസ്ഥ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അല്ല, ഇത് വെറും ഒരു പ്രഹസനത്തിൻ്റെ പേരിലുള്ളൊരു സമരമായിട്ട് മാത്രമേ ഞാനും കാണുന്നുള്ളൂ. കാരണം ഇതിൽ അത്ര വൈകാരികമായിട്ട് ചെന്ന് സമരം നടത്താനുള്ളൊരു കാര്യം. ഇപ്പോൾ സഹപ്രവർത്തനം ആക്രമിക്കപ്പെട്ടു, അതിന് കൃത്യമായിട്ട് ഇപ്പോൾ അതൊരു കുടുംബ പ്രശ്നം കൂടി ആയതുകൊണ്ടാണ് ഇതിനകത്തൊരു വിഷയം വരുന്നത്. അല്ലാതെ രണ്ട് പാർട്ടികൾ ചേരിതിരുന്നതിന് സംഘർഷം ഉണ്ടാക്കുന്നൊരു സാഹചര്യമാണെങ്കിൽ, അങ്ങനെ വലിയൊരു വിഷയത്തിലേക്ക് പോകുന്നൊരു സാഹചര്യമാണെങ്കിൽ ഓക്കെ, അതൊരു വികാരമുണ്ടാവും. തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആ സഹപ്രവർത്തകർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് തൻ്റേതും കൂടെയാണ് എന്ന് ഹൃദയത്തിലേറ്റുന്ന ഏതൊരു നേതാവിനും പ്രശ്നമുണ്ടാവും, ദണ്ണമുണ്ടാവും. അദ്ദേഹം സമരമുഖത്തേക്ക് വരും, സമരം ചെയ്യും, ചിലപ്പോൾ തല പൊട്ടും, അടിയുണ്ടാവും, സമരം ചെയ്ത് അറസ്റ്റ് ചെയ്യപ്പെടും, ജയിലിൽ അടയ്ക്കപ്പെടും. എന്നാലും കുഴപ്പമില്ല, തൻ്റെ സഹപ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിൻ്റെ നീതിക്ക് വേണ്ടിയിട്ടാണ്. ഇതങ്ങനെയൊന്നും അല്ലല്ലോ. ഇതിനകത്ത് ഒരുപാട് നൂലാമാലകളുണ്ട്. ഇത് ഒരു വെറും പ്രഹസനമായിട്ട് തങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു അറ്റൻഷൻ സീക്കിങ്, അതെ, രാഷ്ട്രീയ പ്രവർത്തനത്തിലുമുണ്ട്. ഇപ്പോൾ ശ്രീലേഖ IPS എന്നൊരു കൗൺസിലറാണ്. ഇപ്പോൾ വട്ടിയൂർക്കാവിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. മെയ് 4 ശേഷം അറിയാം, റിസൾട്ട് വരുമ്പോൾ അറിയാം തുടരുമോ അതോ നിയമസഭയിലേക്ക് പോകുമോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു വനിതാ DGP ആയിരുന്നു. സ്വാഭാവികമായിട്ടൊരു വനിതാ MLA ആയിട്ട് നിയമസഭയിലേക്ക് പോകുമോ എന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്, വട്ടിയൂർക്കാവിലെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ അതിലൊന്നുമല്ല വിഷയം. ഈ വിഷയം എന്ന് പറയുന്നത് ഒരു കുടുംബ പ്രശ്നത്തിൻ്റെ പേരിൽ അത് ശ്രീലേഖ IPS, DGP ശ്രീലേഖ മുൻ DGP ഇറങ്ങുന്നു, സെൻകുമാർ മുൻ DGP ഇറങ്ങുന്നു. അങ്ങനെ DGPമാരെല്ലാം കൂടെ സമരത്തിനിറങ്ങുന്നൊരു അത്യപൂർവ നിമിഷമാണ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും കാണാൻ കഴിയുന്നത്. മുൻ DGP ആയിട്ടുള്ള സെൻകുമാർ വന്നിട്ട് കേരള പോലീസിനെ വെല്ലുവിളിക്കുന്നു. ശ്രീലേഖ IPS വന്നിട്ട് കേരള പോലീസിനെ വെല്ലുവിളിക്കുന്നു. അപ്പോൾ മുൻ DGPമാരൊക്കെ കേരള പോലീസിനെ വന്ന് വെല്ലുവിളിക്കുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് സ്വാഭാവികമായിട്ട് ചിരിയാണ് ഉണ്ടാകുന്നത്. അതെ, അത് മാത്രമല്ല, ഇപ്പോൾ ഈ ശ്രീലേഖ സർവീസിൽ ഉണ്ടായിരുന്ന സമയത്ത് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡലിന് അർഹയായിട്ടുണ്ട്. ഒരു സർവീസിൻ്റെ ആ ഒരു
ഇതുകൊണ്ട് അത് മാത്രമല്ല അവർ കൈവച്ച കേസുകളെല്ലാം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കിളിരൂർ പീഡന കേസ്, പിന്നെ കോട്ടയം പ്രവീൺ കൊലപാതകം, അതെല്ലാം ഈ ശ്രീലേഖ നേതൃത്വം നൽകി അന്വേഷണം പൂർത്തിയാക്കിയതാണ്. പക്ഷേ ഒരു കാക്കി ഇട്ട ഒരാളുടെ ഒരു വികാരം ഒരു DGPക്ക് മനസ്സിലാവില്ലേ? അല്ല, എനിക്ക് ഇപ്പോൾ ഞാൻ അവരെ ഇത് കേൾക്കുമ്പോൾ ചിരി വരുമെന്ന് പറയുമെങ്കിലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവരെല്ലാം കേരള പോലീസിനെ നയിച്ചിരുന്ന ആളുകളാണ്. കേരളത്തിൻ്റെ പോലീസ് സേനയെ നമ്മൾ ഇന്നും സുരക്ഷിതമായി നടക്കുന്നത് കേരള പോലീസ് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കേരള പോലീസിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിലെ നല്ല ഉദ്യോഗസ്ഥരെ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പോലീസുണ്ട്, പോലീസ് സംവിധാനമുണ്ട്, ചെന്ന് പറഞ്ഞാൽ കേൾക്കാൻ ആളുകളുണ്ട് എന്നുള്ളൊരു ധൈര്യം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇറങ്ങി നടക്കാനും സ്വതന്ത്രമായിട്ട് സംസാരിക്കാനും കഴിയുന്നത്. ഇപ്പോൾ പോലീസ് സംവിധാനമോ മറ്റൊന്നുമില്ലെങ്കിൽ ആർക്കും വന്നിട്ട് നമ്മൾ എന്തും ചെയ്തിട്ട് പോകാം. ഞാനിപ്പോൾ ഒന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ ശ്രീലേഖ അവിടെ സമരം വിളിക്കുകയാണ്, കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ ഞങ്ങൾ മാനിക്കും, ഇല്ലെങ്കിൽ പോടാ പുല്ലേ പോലീസെ. ഇതേ ശ്രീലേഖയെ സല്യൂട്ട് ചെയ്ത് എത്ര പോലീസ് തിരുവനന്തപുരത്ത് ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരിക്കും? അതെ, അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. തീർച്ചയായിട്ടും അവരവരുടെ ക്വാളിറ്റി മനസ്സിലാക്കുന്നത്. അതിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇപ്പോൾ സഹതാപമാണെങ്കിലും വിഷമാണെങ്കിലും ശ്രീലേഖ IPS ആണെങ്കിലും സെൻകുമാർ ആണെങ്കിലും ഇവരാരും ഇവരുടെ ക്വാളിറ്റി മനസ്സിലാക്കുന്നില്ല. ഇവരാരായിരുന്നു, ഇവർ എന്തായിരുന്നു എന്നുള്ളൊരു ക്വാളിറ്റി. കാക്കി കളസമുണ്ട് എന്ന് കരുതി എന്തും തോന്നിവാസവും കാണിക്കുക. അല്ലെങ്കിൽ ചില ചരടുവലികൾ നടന്നില്ലായിരുന്നെങ്കിൽ ലോ ആൻഡ് ഓർഡറിന്റെ DGP ആകേണ്ടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ശ്രീലേഖ. പക്ഷേ ഒരു അവസാന നിമിഷത്തിൽ അവരെ ഈ ഫയർ ആൻഡ് സേഫ്റ്റി അതിലേക്ക് മാറ്റപ്പെട്ടു. അതിനകത്തൊക്കെ ഒരുപാട് രാഷ്ട്രീയമുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇവരെല്ലാം കേരളത്തെ നയിച്ചിരുന്ന ആളുകളാണ്, പോലീസ് സേനയെ നയിച്ചിരുന്ന ആളുകളാണ്. ഈ പോലീസുകാരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് നാലാംകിട ഗുണ്ടകളെ പോലെ ഇവർ പെരുമാറുമ്പോഴാണ്. ഒരു നേതാവാണെങ്കിൽ അവർക്ക് ഉറച്ച ശബ്ദമുണ്ടാകണം. കൃത്യമായിട്ട് ഇപ്പോൾ പോലീസുകാരെ ഫോണിലൂടെ മെസ്സേജ് ഭീഷണിപ്പെടുത്തിക്കല്ലേ ചെയ്യേണ്ടത്, കൃത്യമായിട്ടുള്ള നിലപാടുകൾ പറഞ്ഞ് മുന്നോട്ട് പോകണം, അതാണ് ചെയ്യേണ്ടത്. അതേസമയം അവർ ചെയ്യേണ്ടിരുന്ന അതല്ല. ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥ ആ ഒരു നിയമവശ കാര്യങ്ങളും എല്ലാം അറിയാം. ഇപ്പോൾ പ്രദേശത്ത് ഒരു വഴക്ക് നടക്കുന്നു, കൗൺസിലർ എന്ന നിലയിൽ ഇവർ ചെന്ന് സംസാരിക്കുന്നു, എന്താണ് പരിഹാരം എന്ന രീതിയിൽ അതായിരുന്നു ചെയ്യേണ്ടത്. അല്ല, അവരൊരു പോലീസുകാരി ആയതുകൊണ്ടാണ്, അവരൊരു മുൻ DGP ആയതുകൊണ്ടാണ് ഒരു പ്രശ്നത്തെ എങ്ങനെ നേരിടണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഇത്രയും കാലമായിട്ട് കേരളത്തിലെ എത്ര കേസുകൾ തെളിയിച്ചൊരു വ്യക്തിയാണ്, എത്ര പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടൊരു വ്യക്തിയാണ്. ഇന്ന് അവർ ഈ ഒരു രീതിയിലേക്ക് തെരുവിലിറങ്ങി പോലീസ് സേനയെ തന്നെ അപമാനിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ പഠിച്ച് പോലീസാകുന്ന ആളുകളുടെ മനോഭാവവും ഇത് തന്നെ ആയിരിക്കില്ലേ? അത് സ്വാഭാവികമായിട്ട് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ചിന്തിക്കും. അതെ, ഇപ്പോൾ ഇതുപോലെ ഈ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഒരു റോൾ മോഡലാക്കി സർവീസിലേക്ക് വന്ന ഒരുപാട് പേരുണ്ടായിരിക്കും, അല്ലെങ്കിൽ സർവീസിലേക്ക് വരാൻ താല്പര്യമുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അവർ പെട്ടെന്ന് ഇത് നോക്കുമ്പോൾ ഈ ഒരു മുൻ DGP തന്നെ ഇപ്പോൾ നിലവിലിരിക്കുന്ന പോലീസുകാരെ പോടാ പുള്ളിയെ പോലീസ് എന്നുള്ള ഒരു പരാമർശത്തിൽ ഇവർക്ക് എന്തായിരിക്കും അവർക്ക് തോന്നുക? അതെ, സ്വാഭാവികമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. മുൻ DGP സെൻകുമാർ വന്നിട്ട് പറയുകയാണ്, നാളെ അധികാരത്തിൽ വരാൻ പോകുന്ന പാർട്ടികളിൽ ഞങ്ങൾ ചരട് വലിക്കുന്ന പാർട്ടി ആയിരിക്കും. അതായത് ഞങ്ങൾ 10 സീറ്റുകൾ നേടി ഇവിടെ തൂക്കുഭരണമായിരിക്കും വരാൻ പോകുന്നത്, ആരാണ് മുഖ്യമന്ത്രി ആകുന്നത് എന്ന് ഞങ്ങൾ തീരുമാനിക്കും, കേരള പോലീസുകാർ ഓർക്കുക എന്ന് പറയുക. ആരെയാണ് സാർ ഭയപ്പെടുത്തുന്നത്? കേരളത്തിൻ്റെ പോലീസിനാണോ ഭയപ്പെടുത്തുന്നത്? മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് വേണ്ടിയിട്ട് അവർ പറയുന്ന എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന കേരള പോലീസിനോടാണ് പറയുന്നത്. ആരാണ് പറയുന്നത്? മുൻ DGP സെൻകുമാർ വന്നിട്ട് പറയുകയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് വേറൊരു കാര്യം പറയണം. അതായത് ഇലക്ഷൻ്റെ ദിവസം നമ്മുടെ പൂഞ്ഞാറിൽ നടന്ന സംഭവമാണ്. അവിടുത്തെ MLA ആയിരുന്ന സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അവിടുത്തെ ഒരു SIയോട് പറയുകയാണ്, DGPക്ക് മേളിലാണ് എൻ്റെ റാങ്ക്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടാൽ മതി. പോളിംഗ് ബൂത്തിനുണ്ടായിരുന്ന ഇവരുടെ ഇലക്ഷൻ സാമഗ്രികൾ, അതായത് പോസ്റ്ററും കാര്യങ്ങളും നീക്കണം, അതായത് പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടാവാതിരിക്കാൻ പോസ്റ്ററുകളെല്ലാം മാറ്റണമെന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഭരണത്തിലിരിക്കുന്ന MLA അവരെ ഭീഷണിപ്പെടുത്തുന്നത്. എൻ്റെ വാക്ക് കേട്ടാൽ മതി, വേറെ ആരുടെ വാക്ക് കേൾക്കണ്ട, കാരണം ഞാനാണ് അതോറിറ്റി. എന്ത് അതോറിറ്റിയാണ് സർ? തെരഞ്ഞെടുപ്പ് നിങ്ങൾ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു റോളുമില്ല. ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയാണ് ഇവരെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ സെൻകുമാറിന് തൻ്റേതായിട്ടുള്ള രാഷ്ട്രീയം തിരഞ്ഞെടുക്കാനുള്ള എല്ലാ അധികാരവും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടമാണ് ഏത് പാർട്ടിയിൽ പോകണം, ഏത് പാർട്ടിയിൽ വോട്ട് ചെയ്യണം. പക്ഷേ പക്ഷേ അതപ്പതനമായി പോകരുത് എന്ന് മാത്രമേ തറയാകാം. പക്ഷേ
ഇത്രയ്ക്ക് മോശമാകരുത് എന്ന് പറയുള്ളൂ. കാരണം അവരെയൊക്കെ നമ്മൾ മനസ്സിൽ കണ്ടിരുന്ന ഒരു മുഖങ്ങളാണ്. കേരളത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ള പല കേസുകളും പല വഴിത്തിരിവുകളും ഉണ്ടാക്കിയ ആളുകളാണ്. അത് മാത്രമല്ല, ജനങ്ങൾക്കായിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് പദ്ധതികൾ ഇവർ ഇപ്പോൾ ഈ ശ്രീലേഖ ആയാലും സെൻകുമാർ ആയാലും ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മറക്കാനാവില്ല. പക്ഷെ അവർ തന്നെ ഈ ജനങ്ങളിലെ അല്ല, ഇവര് വന്നിട്ട് കേരള പോലീസിനെ വെല്ലുവിളിക്കുന്ന കാണുമ്പോഴാണ് നമുക്ക് വിഷമവും സഹതാപവും ചിരിയും ഒക്കെ ഉണ്ടാകുന്നത്. കാരണം പോലീസ് സേനയെ നയിച്ചിരുന്ന ഒരാൾ വന്നിട്ട് പറയുകയാണ്, പോടാ പുല്ലേ പോലീസേ, ഇന്ന് ഞാനല്ല അധികാരത്തിൽ, ഇന്ന് ഞാനല്ല ഉള്ളത്. പക്ഷേ വന്നിട്ട് പറയുകയാണ്, ഇന്നലെ വരെ ഞാനിരുന്ന കസാരയെ നോക്കിയിട്ട് പറയുകയാണ്, പോടാ പുല്ലേ പോലീസേ. ഇന്നും അവർ ഈ IPS പേർക്കൊണ്ട് തന്നെയല്ലേ നടക്കുന്നത്. ഇന്നും അവരുടെ വാലിന്റെ തുമ്പത്ത് ശ്രീലേഖ IPS എന്നുള്ള ആ ഒരു റിട്ടയർഡ് ആയാലും കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. അത് മാത്രമല്ല, പോലീസിൽ നിന്നുള്ള പെൻഷനാണ് അവർ വാങ്ങുന്നത്. പെൻഷൻ വാങ്ങുന്നുണ്ട് അവർ. ഇന്ന് ശാസ്തമംഗലത്തെ ഒരു മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിന്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് MLA ആയിട്ട് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ, MLA ആകാൻ വേണ്ടി മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആരായിരുന്നു, എന്തുകൊണ്ടാണ് അവർക്ക് ആ സീറ്റ് കൊടുത്തത്? കേരളത്തെ നയിച്ചിരുന്ന മുൻ DGP ആയതുകൊണ്ടാണ്, കൂടെ വാലിന്റെ കൂടെ IPS ഉണ്ടായതുകൊണ്ടാണ്. അല്ലാതെ സാധാരണ വഴിയിൽ പോയ ഒരാൾക്ക് പിടിച്ചു കൊടുത്തല്ല. ആ വന്ന വഴി മറക്കുകയാണ് ശ്രീലേഖ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഇപ്പോ സെൻകുമാറും. അത് മാത്രമല്ല, ഇപ്പോ ഇന്നലെ വരെ ഇരുന്ന ഒരു പോലീസ് പദവിയെ അല്ലെങ്കിൽ ആ ഒരു പോലീസ് സ്ഥാനത്തെ ഇപ്പോൾ ശ്രീലേഖയും സെൻകുമാറും തള്ളിപ്പറഞ്ഞു. ഓക്കെ, ഇനി ഇപ്പോൾ അവരുടെ ഒരു അഡ്രസ്സ് എന്താണെന്ന് വെച്ചാൽ ശാസ്തമംഗലത്തെ ഒരു കൗൺസിലറാണ്. നാളെ ആ പദവിയിൽ നിന്നും നീങ്ങിയാൽ, മറ്റൊരു തലത്തിലേക്ക് മാറിയാൽ, ഈ കൗൺസിലർ സ്ഥാനത്തെ ഇവർ പുച്ഛിക്കുമോ, തള്ളിപ്പറയുമോ? ചിലപ്പോൾ സംഭവിക്കാം. എന്താണെങ്കിലും ജനാധിപത്യത്തെ അല്ലെങ്കിൽ പൗരബോധത്തെയാണ് ഇവരെല്ലാം ചോദ്യം ചെയ്യുന്നത്. സ്വന്തം ഇരിപ്പിടത്തെയാണ് ഇവരെല്ലാം ചോദ്യം ചെയ്യുന്നത്. സ്വന്തം തലയെ തന്നെയാണ് ഇവരെല്ലാം ചോദ്യം ചെയ്യുന്നത്.